ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലിപ്പിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ്, ഒന്ന് ട്രാൻസ്ഫോർമേഷനും ഒന്ന് ക്ലിപ്പിങ്ങും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്താണ് ക്ലിപ്പിംഗ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മളുടെ പുതിയ ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ക്ലിപ്പിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എന്താണ് ക്ലിപ്പിംഗ് എന്ന് ചോദിച്ചാൽ, ക്ലിപ്പിംഗ് പറയുന്നതിന് മുന്നേ ഞാനൊരു ടേം പറയാണ്, ദാറ്റ് ഈസ് ക്ലിപ്പ് വിൻഡോ എന്ന് പറയുന്ന ഒരു ടേം എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, സോ ക്ലിപ്പ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു സ്പേസ്, വെറുതെ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു സ്പേസ്, ആ സ്പേസിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ക്ലിപ്പ് വിൻഡോ. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിപ്പിംഗ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇതൊരു വിൻഡോ ആണല്ലോ, ദാറ്റ് ഈസ് ഒരു റെക്റ്റാങ്കുലർ റീജിയൻ ആണ്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കുക, ഞാൻ കുറച്ച് ഇമേജസിനെ ഡ്രോ ചെയ്യാണ് കേട്ടോ. ഇവിടെ ഇതാ, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു ട്രയാങ്കിൾ വരച്ചു, ഒരു സർക്കിൾ വരച്ചു, എഗെയിൻ ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, എന്താണ് ക്ലിപ്പിംഗ് എന്ന് ചോദിച്ചാൽ ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഇതാണ് ക്ലിപ്പിംഗ്. ഞാൻ എന്താ അവിടെ ചെയ്തത്? അതായത് ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഒരു റെക്റ്റാങ്കുലർ റീജിയൻ എടുക്കുന്നു, ആ റീജിയന് ഞാനൊരു പേരങ്ങ് കൊടുക്കുന്നു, ക്ലിപ്പിംഗ് വിൻഡോ എന്നൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, എന്താണ് ക്ലിപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ റീജിയനിൽ അല്ലെങ്കിൽ ആ ക്ലിപ്പ് വിൻഡോയിൽ ധാരാളം ഇമേജസ് നമ്മൾ വരയ്ക്കുന്നു. ഒരു ഇമേജോ രണ്ട് ഇമേജോ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇമേജസ് വേണമെങ്കിലും നിങ്ങൾ വരച്ചോളൂ. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ വിൻഡോയുടെ അകത്തുള്ള പോർഷൻസ് മാത്രമാണ് നമ്മൾ പിന്നീട് കാണുന്നത്, പിന്നീട് നമ്മൾ സേവ് ചെയ്ത് കാണുന്നത്. ഓക്കെ, സോ ഈ ക്ലിപ്പ് വിൻഡോയിലുള്ള ഇമേജസ് ഏതൊക്കെയാണ് ആ വിൻഡോയ്ക്ക് ഉള്ളിലുള്ളത്, കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം സേവ് ചെയ്യുകയും പുറത്തുള്ള ഇമേജിൻ്റെ പാർട്ട്, ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ക്ലിപ്പ് വിൻഡോയിനെ എടുക്കുന്നു, ആ ക്ലിപ്പ് വിൻഡോയുടെ ഉള്ളിലുള്ള ഇമേജിൻ്റെ പോർഷൻസ് അതിനെ മാത്രം നമ്മൾ സേവ് ചെയ്യും. ആ വിൻഡോയുടെ പുറത്തുള്ള ഭാഗത്തെ മുഴുവൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്നുള്ള പേര് കൊണ്ട് പറയുന്നത്. മനസ്സിലായോ? സോ രണ്ട് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് ഈസ് എ പ്രൊസീജിയർ. ക്ലിപ്പിംഗ് ഈസ് എ പ്രൊസീജിയർ. അപ്പം നമ്മൾ പറയണം അല്ലേ, എന്താണ് ഈ പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോ പ്രൊസീജിയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ പ്രൊസീജിയർ ദാറ്റ് identifies those portions of a picture which are either inside or outside of a rectangular space.
and this rectangular space is referred to as clip window. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ക്ലിപ്പ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞത്? അതായത് ക്ലിപ്പ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു നോർമൽ റെക്റ്റാങ്കുലർ സ്പേസിനെയാണ് നമ്മൾ ക്ലിപ്പ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലിപ്പ് വിൻഡോൻ്റെ ഉള്ളിൽ വരുന്ന ഇമേജിൻ്റെ പോർഷൻസിനെ സേവ് ചെയ്യുകയും പുറത്തുള്ള പോർഷൻസിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുകയും ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിപ്പിംഗ് ഈസ് എ പ്രൊസീജിയർ that identifies those portions of a picture which are either inside or outside of a clipping window. ഈ ഒരു ഡെഫിനേഷനാണ് സാധാരണഗതിയിൽ ക്ലിപ്പിംഗ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് വിൻഡോ ഉണ്ട്, അതിൻ്റെ അകത്തുള്ള ഇമേജിനെ മാത്രം സേവ് ചെയ്യും, പുറത്തുള്ള ഭാഗത്തേക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് നടത്തുന്നത്? ക്ലിപ്പിംഗ് നടത്താൻ വേണ്ടി നമുക്ക് പല തരത്തിലുള്ള അൽഗോരിതംസ് ഉണ്ട്. ആ അൽഗോരിതത്തിനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ക്ലിപ്പിംഗ് അൽഗോരിതംസ്. മനസ്സിലായോ? പല തരത്തിലുള്ള ക്ലിപ്പിങ്ങുകളുണ്ട്. ആ ക്ലിപ്പിങ്ങുകൾ നമ്മൾ നടത്തുന്നത് ഈ പറയുന്ന ക്ലിപ്പിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ പറഞ്ഞു ക്ലിപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു. ക്ലിപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന അൽഗോരിതത്തിനെ ക്ലിപ്പിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നു പറഞ്ഞു. ഇനി നമുക്ക് പല തരത്തിലുള്ള ക്ലിപ്പിങ്ങുകളുണ്ട്. സോ ഏതൊക്കെയാണ് കാറ്റഗറീസ് ഓഫ് ക്ലിപ്പിംഗ് എന്നും കൂടെ നമുക്കൊന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് പോയിന്റ് ക്ലിപ്പിംഗ്. Second one, line clipping. Third one, polygon clipping. Polygon clipping is also known as area clipping. Then fourth one, curve clipping, and the last one, text clipping. Okay, so 5 തരത്തിലുള്ള ക്ലിപ്പിങ്ങുകളാണ് നമുക്ക് ഉള്ളത്, നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷെ അതിൽ നമുക്ക് സാധാരണഗതിയിൽ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ടുള്ളത് പോയിന്റ് ക്ലിപ്പിങ്ങും ലൈൻ ക്ലിപ്പിങ്ങും പോളിഗൺ ക്ലിപ്പിങ്ങും ടെക്സ്റ്റ് ക്ലിപ്പിങ്ങും ആണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ക്ലിപ്പിംഗ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു റെക്റ്റാങ്കുലർ സ്പേസ് നമ്മൾ എടുക്കുന്നു, ആ റെക്റ്റാങ്കുലർ സ്പേസിനെ നമ്മൾ ക്ലിപ്പ് വിൻഡോ എന്ന് വിളിക്കുന്നു. ദെൻ നമ്മൾ പറയുന്നു ക്ലിപ്പ് വിൻഡോയുടെ അകത്തുള്ള ഇമേജിൻ്റെ പാർട്ടിനെ മാത്രം സേവ് ചെയ്ത് വെക്കുകയും പുറത്തുള്ള പോർഷൻസിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുകയും ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. സോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊസീജിയർ ദാറ്റ് ഐഡൻറ്റിഫൈസ് those portion of a picture that are either inside or outside of a rectangular space, and this rectangular space is referred to as clip window. And how we are doing this clipping? We are doing clipping by using certain algorithms, and these algorithms are collectively known as clipping algorithms. Then നമ്മൾ പറയുന്നു there are different types of clipping. They are point clipping, line clipping, polygon clipping. Polygon clipping is also known as area clipping. Then curve clipping and text clipping. Okay, so comparatively വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമ്മൾ പറയും ഈ ഓരോ ക്ലിപ്പിങ്ങുകളും എന്താണ് എന്ന് നമ്മൾ പറയും കേട്ടോ.